എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന വലിയപ്പച്ചനെ നിർബന്ധിക്കുന്നുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരുവേ. സ്റ്റാൻലി ചോദിക്കുവാണ്, അലീന ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന്. അന്നേരം കേട്ടു എന്ന് പറയുമ്പോൾ പിന്നെ അനുസരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നതേക്കും അലീനയ്ക്ക് ഇത്തിരി വിഷമാവും. മുഖമൊക്കെ വീർപ്പിച്ച് വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കും കേട്ടോ. അന്നേരം ഇന്ന് വിനോദിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന് വലിയപ്പച്ചൻ ചോദിക്കുമ്പോൾ വേണ്ട ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇവരുടെ വണ്ടി അങ്ങ് നീങ്ങി കഴിയുമ്പോഴേക്കും ആൻ്റപ്പൻ ചോദിക്കും എങ്ങനെയുണ്ട് മുതലാളിയുടെ മോള് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നല്ല അടിപൊളി കൊച്ച്, ഇത്രയും നാൾ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. ഏതായാലും സ്റ്റാൻലിയും വലിയപ്പച്ചനും അലീനയും കൂടി തോട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ തോട്ടത്തിന് നടുക്കൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെ വണ്ടി ഓടിച്ച് കുറേ ദൂരം അങ്ങ് പോകും. ചുറ്റും കണ്ടുകൊണ്ടിരിക്കുവാണ് അലീന. അങ്ങനെ കുറേ അങ്ങ് പോയതിന് ശേഷം വണ്ടി കൊണ്ട് നിർത്തും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അലീന വന്നു കഴിയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ തോട്ടം, ഈ റോഡിന് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ എൻ്റെയാണ്. ഇതൊരു ഗൾഫുകാരൻ്റെ കയ്യിലിരുന്ന ഭൂമിയാണ്, വെറുതെ കിടക്കുമായിരുന്നു, ഞാനത് വിലയ്ക്ക് മേടിച്ച് ഞാനാണ് ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അങ്ങനെ ഒറ്റയ്ക്കുണ്ടാക്കി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, തൊഴിലാളികൾ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയും, അതെ തൊഴിലാളികളുണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്, പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവർക്ക് ലേബർ ചാർജായി കൊടുത്താണ് ഇത് ഇതുപോലെ ആക്കിയെടുത്തത്, അപ്പം ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല അവരില്ലെങ്കിൽ ഈ തോട്ടവും ഇല്ല എന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ ഫ്രണ്ടിലോട്ടങ്ങ് നടന്നു പോകട്ടോ. അന്നേരം സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റാൻലി വലിയപ്പച്ചനോട് വന്നിട്ട് ചോദിക്കുവാണ്, ഞാൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല, ഇനി ബുദ്ധി കുറവാണോ എന്ന്. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, ബുദ്ധി കുറവായതുകൊണ്ടല്ല, അവൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാണ്, അവൾ പറഞ്ഞതും നീ പറഞ്ഞതും ശരിയാണ് എന്ന് പറയുവാണ്. ഏതായാലും അലീന കുറേ നേരം അവിടെ നിന്ന് തോട്ടമൊക്കെ കാണുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇത് മൊത്തം പപ്പയുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. അന്നേരം ഇവിടുന്ന് നല്ല വരുമാനമൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ല വരുമാനമുണ്ട് എന്ന് പറയുന്നു. അപ്പം ഏകദേശം എത്ര കിട്ടും എന്ന് ചോദിക്കുകയാണ് അലീന. അന്നേരം ഒരു ദിവസം ഒരു ലക്ഷത്തിനടുത്ത് പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയാണെങ്കിൽ ഒരു മാസം 30 ലക്ഷം രൂപയോളം കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ കിട്ടിയാലും ഈ തോട്ടത്തിൽ കുറേ പൈസയൊക്കെ നമ്മൾ ചിലവാക്കണം, കാട് വെട്ടണം, വളമിടണം, അതുപോലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെ കുറേ ചിലവാകും എന്ന് പറയുമ്പം അലീന പിന്നെയും ചോദിക്കുവാണ്, എങ്കിലും ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപയൊക്കെ കിട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, ആർക്കെങ്കിലും സംഭാവന കൊടുക്കാറുണ്ടോ എന്ന്. അന്നേരം സ്റ്റാൻലി പറയും, കുറച്ചൊക്കെ സംഭാവന കൊടുക്കും, അത് രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന പിരിവുകാർക്കൊക്കെയാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള പിരിവൊക്കെ നോക്കുന്നത് ആൻ്റപ്പനാണ് എന്ന് പറയുമ്പം അലീന ചോദിക്കും, പാവങ്ങൾക്കും നിർധരനായ കുട്ടികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അനാഥാലയങ്ങൾക്കും അങ്ങനെ ആർക്കും പൈസ കൊടുക്കാറില്ലേ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി ചോദിക്കും, എന്തിനാണ് ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്നത്, അനാഥാലയം, പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നതേക്കും അലീന പറയുന്നുണ്ട്, സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ 10-23 വർഷം ജീവിച്ചത് ഒരു അനാഥാലയത്തിലാണ് എന്ന് മറക്കരുത് എന്ന്. അന്നേരം അത് കേൾക്കുന്ന ദേഷ്യം വന്നു സ്റ്റാൻലിങ്ങിനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് നേരെ പോയി വണ്ടിയിൽ കയറുവാണ്. അന്നേരം വലിയപ്പച്ചന് മനസ്സിലായി സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു എന്ന്. വലിയപ്പച്ചൻ അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവന് നല്ല ദേഷ്യം വന്നു കേട്ടോ എന്ന്. അന്നേരം അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വലിയപ്പച്ച എന്ന് പറയുമ്പം പറഞ്ഞില്ല, പക്ഷേ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവന് ഇച്ചിരി ദേഷ്യം കൂടുതലാണ് എന്ന് പറയുമ്പം അതേ ഇപ്പോഴും കേണലൊന്നും അല്ലല്ലോ, റിട്ടയർ ആയില്ലേ, പിന്നെ എന്താ കുഴപ്പം, ഇത്തിരി അഹംഭാവം കുറച്ച് വെച്ചാൽ മതി, ഈ ദേഷ്യമൊക്കെ അങ്ങ് കുറഞ്ഞോളും എന്ന് പറയുമ്പം അതൊക്കെ നേരെ അവനോട് പറഞ്ഞാലേ ശരിയായില്ല, വാ നമുക്ക് പോകാം എന്ന് പറയുന്നു. അതൊക്കെ ഓണടിക്കാൻ തുടങ്ങിയിട്ട് സ്റ്റാൻലി ദേഷ്യം വന്നിട്ട് ഇവർ രണ്ടുപേരുടെ വണ്ടിയിൽ പോയി കയറും. അത് കഴിഞ്ഞ് വണ്ടി പിന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്, കുറേ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ നേരെ അവർ പോയി പുറത്തോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി അവർ നടത്തുന്നുണ്ട്, ആ കമ്പനിയുടെ അടുത്തോട്ട് പോകും, കമ്പനി കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഓഫീസിലും പോയി വണ്ടി നിർത്തും. വണ്ടി നിർത്തി കഴിയുമ്പം ഇതാട്ടോ ഓഫീസ് എന്ന് സ്റ്റാൻലി പറയും. സ്റ്റാൻലി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അലീന ചോദിക്കും, ഞാൻ വരണ്ടേ എന്ന്. അന്നേരം വരണമെങ്കിൽ വരാം, വന്നിട്ടും കാര്യമൊന്നുമില്ല, അവിടെ 3-4 ജോലിക്കാർ ഇരിപ്പുണ്ട്, അത് കാണാം, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പം ഞാൻ വരുന്നത് ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ വന്നില്ല എന്ന് അലീന പറയും. അന്തിക്കും വലിയപ്പച്ചൻ അവൾ വന്നാൽ എന്നാടാ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അവൾ വെറുതെ വന്നിരിക്കാന്നല്ലേ ഉള്ളൂ, വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്ന് പറയുമ്പം കാണാൻ നിന്ന് കൊടുക്കാൻ അവൾക്ക് കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കും. എന്നാൽ പോരെ എന്ന് സ്റ്റാൻലി പറയുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അകത്തുനിന്ന് മാനേജർ ഇറങ്ങി വരും. അന്നേരം സ്റ്റാൻലി പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതെൻ്റെ മകളാണ് എന്ന് പറഞ്ഞ്. അന്നേരം മകളാണല്ലേ, ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അലീന പറയും. അങ്ങനെ അകത്തേക്ക് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നു.
സ്റ്റാൻലി അങ്ങ് അകത്തേക്ക് പോയി കഴിയുമ്പം അവിടെ നിൽക്കുവാണല്ലോ അലീനയും വല്യപ്പച്ചനും. വല്യപ്പച്ചൻ പറയുന്നുണ്ട് നല്ല ഗമയ്ക്ക് നിന്നോണം, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുവാണ് എന്ന് തട്ടിവിട്ടേക്കണം. MA എന്നോ BA എന്നോ PhD എന്നോ എന്തെങ്കിലും അങ്ങ് പറ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്നതാ എന്ന് അലീന ചോദിക്കും. അന്നേരം ഏതായാലും പറഞ്ഞു തരേ എന്ന് പറയുമ്പം അലീന ചോദിക്കും, എങ്കിൽ നമുക്ക് അങ്ങ് UK ഇംഗ്ലണ്ടിലായിരുന്നു എന്നങ്ങ് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും വേണോ എന്ന് ചോദിക്കുന്നുണ്ട് വല്യപ്പച്ചൻ. അപ്പോഴത്തേക്കും വേറൊരു സ്ത്രീ ഇറങ്ങി വരുവേ, അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നു. ഇവരകത്തേക്ക് പോയി അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ഇരുത്തുന്നുണ്ട്. ദേ ഇവിടെ ഇരിക്കും കേട്ടോ, ഇപ്പോൾ വരാം എന്ന് പറയും. അതിന് മുമ്പ് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് വല്യപ്പച്ചനും അലീനയും. അതിനുശേഷം സ്റ്റാൻലിയെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി വന്ന് ഇരുന്ന് കണക്കുകളൊക്കെ നോക്കുന്നു, എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്, ചില ഫയലെടുത്ത് എറിഞ്ഞ് കളയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ ഏതാണ്ടൊക്കെയോ നോക്കിയതിന് ശേഷം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നു. അന്നേരം പുറത്തിരുന്ന് അലീനയും വല്യപ്പച്ചനോട് സംസാരിക്കുക. അന്നേരം എങ്ങനെയുണ്ട് അവൻ്റെ ഓഫീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുന്നു. ഇത് മൊത്തം അവൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് വല്യപ്പച്ചൻ പറയുമ്പം അലീന ചോദിക്കും, തന്നെ ഉണ്ടാക്കിയതാണോ, കുടുംബ ഓഹരിയൊന്നും കൊടുത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം കൊടുത്തു, അതോടെ വിട്ടിട്ട് അവൻ ഇതെല്ലാം സെറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ എന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണല്ലോ എപ്പോഴും പറയുന്നത് എന്ന് അലീന പറയും. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ അവനൊരു അഭിമാനമാണ്, അതിന് നീ വെറുതെ വഴക്കുണ്ടാക്കാൻ ചെല്ലണ്ട എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ ചെല്ലുമോ, എൻ്റെ പപ്പയല്ലേ, പിന്നെ ചെറിയ തിരുത്തലുകളൊക്കെ അല്ലേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് അപ്പച്ചൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഓഫീസിലെ 2-3 പേരെ പരിചയപ്പെടാൻ വരും. അവർ പരിചയപ്പെട്ട് കഴിയുമ്പം അതിലൊരാൾ ചോദിക്കുന്നുണ്ട് എന്തെടുക്കുവാണ്, പഠിക്കുവാണോ എന്ന്. അന്നേരം പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പം ജോലിയൊന്നും നോക്കിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ജോലിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയുവാണ്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ ഇനി തൊട്ട് ഈ തോട്ടം നോക്കാനൊക്കെ അവനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അന്നേരം അത് നല്ല കാര്യമാണ് എന്ന് അവർ പറയും. അത് കഴിഞ്ഞ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വർക്കുണ്ടല്ലോ, അവർ തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് അലീനയും അപ്പച്ചനോട് ഇരിക്കുവാണേ. എന്നിട്ട് അലീന ചോദിക്കും, ഇവിടുത്തെ കണക്കൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെ വെള്ളമടിച്ചിരുന്നിട്ട് പപ്പ ഇടയ്ക്ക് വന്ന് ഈ നോക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കണക്കില്ലേന്നേ, അതൊക്കെ അവൻ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് അലീന ചോദിക്കുക. അന്നേരം വേണ്ട, അവൻ നോക്കിക്കോളും, പിന്നെ നമുക്ക് നോക്കാം എന്ന് അപ്പച്ചൻ പറയുന്നു. ഏതായാലും ആ പരിപാടിയെല്ലാം അവിടെ തീർത്തതിന് ശേഷം അവർ തിരിച്ചു പോരുന്നു. അന്നേരം വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി. എന്നിട്ട് അവിടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോടിന് കുറുകെ ഒരു ചെക്ക് ഡാം കെട്ടാൻ പോവാണ് സ്റ്റാൻലി എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെങ്ങനെയാണ്, തോട് പൊതുമുതലല്ലേ, അത് കെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സമ്മതിക്കുമോ, പഞ്ചായത്ത് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ സ്റ്റാൻലി ശരിയാക്കിയിട്ടുണ്ട്, അവൻ പണം എറിഞ്ഞ് അതിനുള്ള സാക്ഷ്യം മേടിച്ച് വെച്ചേക്കുവാണ് എന്ന് പറയുമ്പം അത് ശരിയായ നടപടിയല്ല എന്ന് അലീന പറയും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ അതിനോട് ചേർന്ന് ചെറിയൊരു ജലസേചന പദ്ധതിയും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് വീടുകൾക്ക് വെള്ളം അടിച്ചു കൊടുക്കും അതിൽ നിന്ന് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, ഇത് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ഒരു തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, വെറുതെ ഒഴുകി പോകുന്ന ജലം ഞാൻ കെട്ടിയെടുത്ത് അത് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് എന്താ കുഴപ്പം, ഞാൻ കെട്ടിയില്ലെങ്കിലും ആ വെള്ളം ഒഴുകി പോകില്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന ചോദിക്കും, വേനൽക്കും ഒഴുകി പോകുമോ, വേനൽക്ക് ഇവിടെയുള്ളവർക്ക് കുടിവെള്ളം കിട്ടുമോ ഇങ്ങനെ ചെയ്താൽ എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയും, എന്ത് പദ്ധതി വന്നാലും, ഇപ്പോൾ ഒരു റോഡിന് വീതി കൂട്ടിയതാണെങ്കിലും വേറെ എന്തെങ്കിലും ഫാക്ടറി വന്നാലും കുറച്ച് പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും, കുറച്ച് പേർക്ക് ഉപദ്രവം ഉണ്ടാകും, അത് സ്വാഭാവികമാണ് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അതിലെല്ലാം കുറേ പേർക്കൊരു ഉപകാരമുണ്ട്, ഇവിടെ ഉപകാരം കിട്ടുന്നത് ഒരാൾക്ക് മാത്രമാണ് എന്ന്. അത് കേൾക്കുന്നത് അങ്ങ് ദേഷ്യം വരും സ്റ്റാൻലിക്ക്. നീ കമ്മ്യൂണിസ്റ്റാണോ, നിൻ്റെ നേതാവ് ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ നേതാവ് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റായ യേശു ആണ് എന്ന്. പിന്നെ മറുപടി ഒന്നുമില്ല. സ്റ്റാൻലിക്ക് ദേഷ്യപ്പെട്ട് വണ്ടിയിൽ പോയിരിക്കുന്നു. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കും, നീ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണോ ഭാവം എന്ന്. അപ്പച്ചനും ചിരുവനുണ്ട്. എന്നിട്ട് പറയും, നമുക്ക് പോയി വണ്ടിയിൽ കയറാം, അല്ലെങ്കിൽ അവനിപ്പോൾ ഓണടിക്കാൻ തുടങ്ങും, നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അവന് എന്ന് പറയും. രണ്ടുപേരുടെ വണ്ടിയിൽ വന്ന് കയറി ഇരുന്ന് കഴിയുമ്പോഴേക്കും സ്റ്റാൻലി പറപ്പിച്ച് വിടുവാണ് വണ്ടി. അന്നേരം വല്യപ്പച്ചൻ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, സ്റ്റാൻലി ഇതെന്നാടാ എന്ന് ചോദിച്ച്. അന്നേരം സ്റ്റാൻലിക്ക് ദേഷ്യമാണ് എന്ന് മനസ്സിലാകുന്ന അലീന സ്റ്റാൻലിയുടെ കയ്യിൽ പയ്യെ പിടിക്കും. അത് കഴിഞ്ഞ് 2 കൈയും കൊണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. എന്തെങ്കിലും സ്റ്റാൻലിക്ക് സങ്കടം വരുന്നുണ്ട്. സ്റ്റാൻലി വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തും. എന്നിട്ട് അലീനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം വിഷമിച്ച് ഇരുന്നിട്ട് പറയുവാണ്, ഞാൻ ചെക്ക് ഡാം കെട്ടുന്നില്ല പോരേ എന്ന്. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി പുറമെ ഈ കാണിക്കുന്ന ഈ ബഹളം മാത്രമേ ഉള്ളുകൊണ്ട് പാവമാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നു. അലീനയ്ക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് അലീനയെ സ്റ്റാൻലിയുടെ ആ ഭാവമൊക്കെ കാണുമ്പം കേട്ടോ. അത് കഴിഞ്ഞ് അവരിങ്ങോട്ട് പോരുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ
വൈജയന്തി ഒരു വേലക്കാരി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും വേലക്കാരിയെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ വാളും പരിചയും കത്തിയും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ കുഞ്ഞ് എന്ന് ചോദിക്കും. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ അതൊക്കെ വേണം എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അത് വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെയും കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അലീന. അത് സ്റ്റാൻലിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എല്ലാത്തിനും തിരിച്ച് പറയുന്നതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം സ്റ്റാൻലിയോട് അങ്ങനെ സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അപ്പച്ചനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ എന്തിനാ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തിരിച്ച് സംസാരിക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുവാണ് അതൊക്കെ കേൾക്കുമ്പം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോടും ഈ രീതിയിൽ സംസാരിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ വളർന്നത് അനാഥാലയത്തിലാണ്, അതുകൊണ്ട് അവിടെ മറന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല, എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുവിട്ടേരെ എന്ന് പറഞ്ഞിട്ട് അലീന പിണങ്ങി പോകുന്നതും കാണിക്കുന്നുണ്ട്. അതൊക്കെ സ്റ്റാൻലിക്കും വിഷമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പച്ചനോട് ഇരുന്ന് സംസാരിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ പഴയ കുറേ കാര്യങ്ങൾ പറയുമ്പം ചിലർക്ക് നന്നായിട്ട് കൊള്ളും, ചിലപ്പോൾ നന്നായിട്ട് വേദന എടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പച്ചനെ നോക്കുക കേട്ടോ. അന്നേരം അപ്പച്ചന് വിഷമം വന്നിട്ട് തല താന്നു പോകുന്നുണ്ട്. ഇവരെല്ലാവരോട് കൂടിയാണല്ലോ അലീനെ അനാഥാലയത്തിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഒരു വിഷമം അപ്പച്ചന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. സ്റ്റാൻലി അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞിട്ട് അപ്പച്ചനെ നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഇത്തിരി വിഷമത്തിലിരിക്കുവാണ്. അലീന സ്റ്റാൻലി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല, അതിനൊക്കെ എതിര് പറയുന്നു. അതിൻ്റെ ഒരു ഇറിറ്റേഷനും വിഷമവും സ്റ്റാൻലിക്ക്.